നിങ്ങളുടെ കുട്ടിയുടെ അലർജിയുടെ എല്ലാ ലക്ഷണങ്ങളും ഒറ്റയടിക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരൊറ്റ മൂലിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു കുട്ടി അലർജിയുടെ ലക്ഷണങ്ങളുമായി ജനിക്കുമ്പോൾ മുതൽ ആ കുട്ടിക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അത് സ്കിന്നിലുള്ള ചൊറിച്ചിലായും, തുമ്മലായും, മൂക്കൊലിപ്പായും, മൂക്കടപ്പായും, അഡിനോയിഡ് ഹൈപ്പർട്രോഫിയായും, ബ്രോങ്കിയൽ ആസ്മയായും ഒക്കെ കാണാറുമുണ്ട്. ഇതിനെല്ലാം ശാസ്ത്രീയമായ ചികിത്സ എടുക്കുന്നതിനോടൊപ്പം തന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ചില ഒറ്റമൂലികളും പരീക്ഷിക്കാറുണ്ട്. അത് പൊടിയായും, വായിലൂടെ ഒറ്റ പ്രാവശ്യം കഴിക്കുന്ന മരുന്നായും, തലയിൽ തേക്കുന്ന എണ്ണയായും ഒക്കെ കാണാറുമുണ്ട്. ഈ വീഡിയോയുടെ ഹെഡിങ് കണ്ട നിങ്ങളും ഒരുപക്ഷെ ഞാൻ അത്തരത്തിലുള്ള ഒരു ഒറ്റമൂലി പറഞ്ഞു തരുമെന്ന് പ്രതീക്ഷയിലായിരിക്കാം ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവുക. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വളരെ സിമ്പിളായി തുമ്മലിനെയും ചൊറിച്ചിലിനെയും എല്ലാം അലർജി എന്ന രീതിയിൽ പറയാറുണ്ടെങ്കിലും ഇത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു അസുഖം അല്ല എന്നുള്ളതാണ് സത്യം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇത്തരം ഒരു അസുഖത്തിനെ നമുക്കൊരു ഒറ്റമൂലി കൊണ്ട് ഒരിക്കലും മാറ്റിയെടുക്കാൻ സാധിക്കുകയുമില്ല. ഒരു ഹോമിയോപ്പതി ഡോക്ടറെ ഇത്തരം അസുഖങ്ങൾക്കായി നിങ്ങൾ കാണിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ അസുഖങ്ങൾ മനസ്സിലാക്കി അതിന്റെ ഒരു ഡയഗ്നോസിസിനോടൊപ്പം തന്നെ ആ കുട്ടി ജനിച്ച അന്നു മുതൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ആ കുട്ടിയുടെ പാസ്റ്റ് ഹിസ്റ്ററി, അതുപോലെ ഫാമിലി ഹിസ്റ്ററി, ആ കുട്ടിയുടെ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ ഗ്രാൻഡ് പാരന്റ്സിനോ ക്ലോസ് റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും അലർജിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതും കണക്കിലെടുത്ത് ആ കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ പ്രത്യേകതകൾ കൂടി മനസ്സിലാക്കിയാണ് ഒരു ഹോമിയോപ്പതി ചികിത്സ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളെ വളരെ സിമ്പിളായി ഒരൊറ്റ മൂലി കൊണ്ട് മാറ്റിയെടുക്കാമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. കൃത്യമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഈ അസുഖം പൂർണ്ണമായും മാറ്റിയെടുക്കാനും സാധിക്കും.